പുതുവർഷം പിറക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ 2024 പ്രധാനമായും ക്രൈസ്തവർ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കേണ്ട 10 രാജ്യങ്ങളുടെ പേര് പുറത്തുവിട്ട് എ ടു ദ ചർച്ച് ഇൻ നീഡ്. ഇന്ത്യ, വിശുദ്ധ സ്ഥലം, ഉക്രൈൻ, മ്യാൻമർ, സുഡാൻ, ബുർക്കിന ഫാസോ, കോങ്കോ, എത്യോപ്യ, കാമറൂൺ, ഹെയ്തി എന്നിവയാണ് ആ രാജ്യങ്ങൾ. ഇന്ത്യയിലെ മണിപ്പൂരിൽ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചും സംഘടന പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഇറ്റാലിയൻ ശില്പിയും ചിത്രകാരനുമായ മൈക്കൽ ആഞ്ചലോ, ജിയാൻ ലോറൻസോ ബെർണിനി എന്നിവരുടെ സൃഷ്ടികൾക്കൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ ഇടം പിടിക്കുവാൻ കത്തോലിക്ക കലാകാരന്മാർക്ക് അവസരം. തങ്ങളുടെ പെയിന്റിങ്ങുകൾ പ്രദർശിപ്പിക്കാനും ക്യാഷ് അവാർഡ് നേടാനും കലാകാരന്മാർക്ക് അവസരമൊരുക്കുന്ന മത്സരം വത്തിക്കാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുരിശിന്റെ വഴിയിലെ വിവിധ സ്ഥലങ്ങളാണ് പ്രമേയം. 2026 നോമ്പ് സമയത്തെ വിജയിയുടെ ചിത്രങ്ങൾ ചരിത്രപ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ താൽക്കാലികമായി പ്രദർശിപ്പിക്കും. ക്രിസ്തുമസ് ആശംസകൾക്കും സമാധാന പദ്ധതിയെ പിന്തുണച്ചതിനും ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നന്ദി അറിയിച്ചു. പാപ്പായും പ്രസിഡന്റും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം തന്റെ കൃതജ്ഞത അറിയിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും തന്റെ എക്സ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. ഉക്രൈനിലെ ജനങ്ങൾക്കും ക്രിസ്തുമസ് ആശംസകൾ അർപ്പിച്ചതിന് പാപ്പായ്ക്ക് നന്ദി പറഞ്ഞ പ്രസിഡന്റ് സമാധാനത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടിയും പാപ്പ ആശംസകൾ അറിയിച്ചു. കോട്ടയം അതിരൂപതയുടെ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സ്വാശ്രയ സംഘ രൂപീകരണ രജത ജൂബിലിയുടെ ഭാഗമായി നാഷണൽ NGO കോൺഫെഡറേഷൻ്റെയും പ്രൊഫഷണൽ സർവീസസ് ആൻഡ് ഇന്നോവേഷൻസിൻ്റെയും സഹകരണത്തോടെ 2ാം ഘട്ട ജനകീയ ഇരുചക്ര വാഹന വിതരണം പൂർത്തിയാക്കി. സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതോടൊപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനും അവസരമൊരുക്കുന്ന വിമൺ ഓൺ വീൽ പദ്ധതി പ്രകാരമാണ് 2ാം ഘട്ടത്തിൽ 75 വനിതകൾക്ക് ഇരുചക്ര വാഹന സൗകര്യം ഒരുക്കിയത്. 50% സബ്സിഡിയോടുകൂടി നൽകുന്ന വാഹനങ്ങൾക്ക് വായ്പാ സൗകര്യം ഒരുക്കുന്നതിനൊപ്പം വാഹനങ്ങൾ നിരത്തിലോടിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ ലഭ്യമാക്കുന്നത്. GDSന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയവരാണ് വാഹനങ്ങൾ സ്വന്തമാക്കിയതെന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.